ചർമ്മത്തിന് നിറം വയ്ക്കാൻ ആയുർവേദ ഓയിൽ കാച്ചാം. ചർമ്മത്തിന് നിറം നൽകുവാൻ പല വഴികളും പയറ്റി നോക്കുന്നവർ ധാരാളമാണ്. ചിലർ ആരോഗ്യത്തിന് പോലും ദോഷം വരുത്തുന്ന വഴികളാണ് പരീക്ഷിക്കുന്നത്. ഇത് കിഡ്നിയെ പോലും രോഗഗ്രസ്തമാക്കുന്ന പല വാർത്തകളും നാം വായിച്ചു കാണും. ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഓയിലുകളുണ്ട്. ആയുർവേദ ചേരുവകൾ ചേർന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. ഒന്നാമതായി ഇതിന് വേണ്ടത് നാൽപ്പാമരമാണ്. ഇത് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ ലഭിക്കും. പേരാൽ, അരയാൽ, ഇത്തി എന്നിവയുടെ മിശ്രിതമാണിത്. ഇത് മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ്. ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് പുറമെ ചർമ്മ ഗുണങ്ങളും നൽകുന്ന ഒന്നാണിത്. രക്തശുദ്ധി വരുത്തുവാൻ നല്ലതാണിത്. ഇതിനാൽ തന്നെ ചർമ്മരോഗങ്ങൾക്ക് ഇത് നല്ല മരുന്നാണ്. ചർമ്മത്തിന് സൗന്ദര്യം നൽകുവാൻ ഇതേറെ നല്ലതാണ്. രണ്ടാമതായി മഞ്ഞൾ. ഇതിൽ മഞ്ഞളും ചേർക്കും. മഞ്ഞൾ നല്ല ശുദ്ധമായത് നോക്കി ഉപയോഗിക്കുക. ഉണക്കിയ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം. പച്ചമഞ്ഞളും ഇതിന് നല്ലത് തന്നെ. ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുവാൻ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ഒന്നാണിത്. പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഉള്ള മരുന്ന് കൂടിയാണ് ഇത്. മുഖക്കുരു പോലുള്ള പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് നല്ല മരുന്നാണ്. മൂന്നാമതായി രക്തചന്ദനം. ഇതിൽ രക്തചന്ദനം കൂടി ചേർക്കുന്നുണ്ട്. ഇതിന്റെ നല്ല ശുദ്ധമായ പൊടി കിട്ടിയാൽ ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ ഇതിന്റെ തടി ചെറുതായി ചതച്ച് ഇതിലിടാം. രക്തചന്ദനവും ചന്ദനവുമെല്ലാം പല ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണ്. ചർമ്മത്തിന് നിറം നൽകുവാൻ രക്തചന്ദനം അടങ്ങിയ പല തൈലങ്ങളും ആയുർവേദത്തിലുണ്ട്. ചർമ്മത്തിലെ കരുവാളിപ്പിനും പാടുകൾക്കും എല്ലാമുള്ള നല്ലൊരു മരുന്നാണിത്. നാലാമതായി നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇത് തയ്യാറാക്കുന്നതിന് നല്ല ശുദ്ധമായ നല്ലെണ്ണയോ വെളിച്ചെണ്ണയിലോ ആകാം. തയ്യാറാക്കുവാൻ എളുപ്പമാണിത്. ഇതിനായി ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ചേരുവകൾ എല്ലാം ചേർത്തിളക്കാം. എല്ലാം നല്ലതുപോലെ ചതച്ചിടുന്നത് ഏറെ നല്ലതാണ്. ഇതിൽ അല്പം കരിഞ്ജീരകം കൂടി ചേർക്കാം. ഇതും പല ചർമ്മ പ്രശ്നങ്ങൾക്കും നല്ല മരുന്നാണ്. തീ കുറച്ച് വെച്ച് ഓയിൽ തിളപ്പിച്ചെടുക്കാം. ഇത് ഒരു ദിവസം ചട്ടിയിൽ തന്നെ വെച്ച് പിറ്റേന്ന് ഊറ്റിയെടുക്കാം. ഇത് ദിവസവും മുഖത്ത് പുരട്ടി മസാജ് ചെയ്യാവുന്നതാണ്.